Welcome back to my channel Tips for You A to Z. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെയർ ഗ്രോത്ത് ചലഞ്ച് 22ാമത്തെ ദിവസത്തെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഹെയർ പാക്കുകളൊന്നും പുതിയതായിട്ട് ചെയ്യുന്നില്ല. ഇനി പുതിയ പുതിയ ഹെയർ പാക്കുകളൊന്നും നമുക്ക് ചെയ്യാനായിട്ടില്ല. നമ്മൾ ചെയ്തിട്ടുള്ള ഹെയർ പാക്കുകൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് ഹെന്ന പാക്ക് ആണ് ചെയ്യേണ്ടത്. ചിലർക്കെങ്കിലും ഹെന്ന പാക്ക് ഇട്ടിട്ട് മുടി കൊഴിഞ്ഞുവെങ്കിൽ ഹെന്ന പാക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഏത് ഹെയർ ടെക്സ്ചർ ആണെന്നുണ്ടെങ്കിലും ഒരിക്കലും മുടി കൊഴിയത്തില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം എന്ന് പറയുന്നത് ഹെയർ പാക്ക് ഏത് ഇട്ട് കഴിഞ്ഞാലും മുടി വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്ന് വെള്ളം തൊട്ട് ഹെയർ ലൂസ് ആക്കിയതിന് ശേഷം മാത്രം ഹെയർ വാഷ് ചെയ്യുക. കാരണം നമ്മൾ എന്നും ഹെയർ കഴുകുന്ന പോലെ വെള്ളം ഒഴിച്ച് ജസ്റ്റ് വാഷ് ചെയ്യാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി പൊട്ടിപ്പോകും. കാരണം നമ്മൾ ഹെയർ പാക്ക് ഒക്കെ അപ്ലൈ ചെയ്ത് ഹെയർ അത്രയും ഡ്രൈ ആയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പം നമ്മൾ എങ്ങനെയാ ഹെയർ വാഷ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വെള്ളം തെളിച്ചു കൊടുത്ത് ഹെയർ ഒന്ന് ലൂസ് ആക്കിയതിന് ശേഷം വേണം പയ്യെ വേണം ഹെയർ കഴുകാനായിട്ട്. അപ്പം നമ്മുടെ ഹെയർ ഒന്നും പൊട്ടിപ്പോകത്തില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹെന്ന പാക്ക് ഇട്ടിട്ട് നിങ്ങൾ 6 hours കൂടുതൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ മിക്സ് പറ്റാതെ ആയിരിക്കും മുടി കൊഴിഞ്ഞിട്ടുണ്ടാകുക. ഒരുപാട് മുടി ഹെന്ന പാക്ക് ഇട്ടിട്ട് കൊഴിഞ്ഞു എങ്കിൽ നിങ്ങൾ ഹെന്ന പാക്ക് അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ യോഗേർട്ട് വെച്ചിട്ടുള്ള ഒരു പാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ പാക്ക് ഇടുക. ഒരു എന്താ പറയുക, എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഹെന്ന പാക്ക് ഇട്ടിട്ട് മുടി കൊഴിയുന്നു എന്നുള്ളത്. അപ്പം നിങ്ങൾ എന്തായാലും ഹെയർ വാഷ് ചെയ്യുന്ന കാര്യം അതേപോലെ തന്നെ മിക്സ് ഒരുപാട് നേരം വെക്കുന്നതും ഒഴിവാക്കിയിട്ട് ഹെന്ന പാക്ക് ഒരു വട്ടം കൂടി ഇട്ട് നോക്കുക. കാരണം അത്രയും നല്ലതാണ് മുടി വളർച്ചയ്ക്ക് ഹെന്ന പാക്ക്. മുടി വളർച്ചയ്ക്ക് മാത്രമല്ല, മുടി കൊഴിച്ചിൽ മാറ്റി കുഞ്ഞു കുഞ്ഞു മുടികൾ നമ്മുടെ തലയിൽ വീണ്ടും കിളിർത്ത് വരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഹെന്ന പാക്ക്, പ്രത്യേകിച്ച് നാച്ചുറൽ ഹെന്ന പാക്ക്. കാരണം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന്, ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ ഇലയുണ്ട്, മൈലാഞ്ചിയുടെ ഇലയുണ്ട്, അത് അരച്ചിടാവുന്നു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം. കാരണം കടയിൽ നിന്ന് മേടിക്കുന്ന കെമിക്കലായിട്ടുള്ള ഹെന്ന പൗഡറിനേക്കാളും വളരെ വളരെ നല്ലതാണ് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മൈലാഞ്ചിയുടെ ഇല വെച്ചിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഹെന്ന പാക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പോൾ ഹെയർ ഗ്രോത്ത് ചലഞ്ച് എടുക്കുന്ന എല്ലാവരും ഡേ 7 പറഞ്ഞിട്ടുള്ള ഹെന്ന പാക്ക് ആണ് ഇന്ന് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തന്നെ ഡേ 7 നമ്മൾ ഹെന്ന പാക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇന്ന് കുറച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ട്. ഞാനത് എഴുതി വെച്ചിരിക്കുകയാണ്. കാരണം എന്നും പറയുന്നത് വിചാരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വിട്ടു പോകും. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ കുറേ പേരിൻ്റെ അടുത്ത് വിഷുവിൻ്റെ മേക്കപ്പ് ചെയ്യാമോ എന്ന് പറയുന്നുണ്ട്. വിഷു മേക്കപ്പ് ചെയ്യാനായിട്ടുള്ള ഡ്രസ്സ് ഇപ്പം എൻ്റെ കയ്യിലില്ല. നമുക്ക് വിഷു എന്നൊക്കെ പറയും, വിഷു ആണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേരള സാരിയിലായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ, ഞാനിപ്പോൾ പുറത്താണ്, അബുദാബിലാണ്. അപ്പോൾ ഇവിടെ കേരള സാരി ബ്ലൗസ് ഒന്നും ഇല്ല എൻ്റെ കയ്യിൽ. അപ്പം നമുക്ക് നോക്കാം, നാട്ടിൽ ചെന്നതിന് ശേഷം ഞാൻ കേരള സാരിയും ആ ഒരു ജാസ്മിൻ ഫ്ലവറൊക്കെ വെച്ചിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലൊക്കെ ഞാൻ ചെയ്യാം എന്തായാലും. ഓക്കെ, പിന്നെ എനിക്ക് കുറച്ച് ഡൗട്ട് വന്ന് കുറെ പേര് ഇപ്പോഴും മെസ്സേജ് അയക്കുന്നു, ഇപ്പോഴാണ് കണ്ടത്, അപ്പോൾ ലേറ്റ് ആയിപ്പോയി, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ. നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30 days കൊണ്ട് നിങ്ങളുടെ ഹെയറിന്റെ എന്ത് പ്രശ്നം പരിഹരിക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അത് നിങ്ങൾ എപ്പോഴാണോ വീഡിയോ കാണുന്നത് മാക്സിമം നിങ്ങൾ 1 day കാണാനായിട്ട് വിട്ടുപോകരുത്. കാരണം 1 day ഞാൻ ഡെയിലി ചെയ്യാനായിട്ട് കുറച്ച് എക്സസൈസും കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റായിട്ട് ചെയ്താലാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിനാണെന്നുണ്ടെങ്കിലും ഹെയർ ഫാളിനാണെന്നുണ്ടെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയാനായിട്ട് 1 day എന്തായാലും കണ്ടിരിക്കണം എല്ലാവരും. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് എടുക്കാം. പിന്നെ ഞാൻ മുൻപേ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ചെയ്യുന്ന പോലെ ഹെയർ പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നില്ല. കാരണം ചിലർക്കൊക്കെ കോൾഡൊക്കെ വരാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആ 30 days അതായത് മന്ത്ലി ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആ ഹെയർ പാക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഗ്യാപ്പ് ഇട്ടിട്ടായാലും ചെയ്യണം, അത്രയേ ഉള്ളൂ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസത്തേക്ക് ഞാൻ ടൈം ടേബിൾ നാളെയോ മറ്റന്നാളോ ആയിട്ട് തരാം. പിന്നെ എൻ്റെ അടുത്ത് വാട്സപ്പിലും
ഇന്നലെ ഒരാള് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഗീതു ചേച്ചി എന്നല്ല കേട്ടാ, ഗീതു വാട്സപ്പിൽ റിപ്ലൈ തരുന്നില്ലെങ്കിൽ പിന്നെ എന്തിന് വാട്സപ്പ് നമ്പർ പബ്ലിഷ് ചെയ്തു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കും ദേഷ്യം തോന്നരുത് എൻ്റെ അടുത്ത്. യൂട്യൂബിൽ നിങ്ങൾ നോക്കുമ്പോൾ ലാസ്റ്റത്തെ വീഡിയോയുടെ കമന്റ്സ് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. ഞാൻ പറയാലോ, പഴയ വീഡിയോസിന്റെ കമന്റ്സും എല്ലാം കൂടി എനിക്ക് ഒരുമിച്ച് കിട്ടുമ്പോൾ എബോവ് 2000 3000 എബോവ് മെസ്സേജ് വരുന്നുണ്ട്. നമ്മളൊരു ചാനൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ചാനലിന്റെ വ്യൂവേഴ്സ് നമ്മുടെ അടുത്ത് ഡൗട്ട് ചോദിക്കുമ്പോൾ അത് ക്ലിയർ ചെയ്യാനുള്ള ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തിട്ട് വേണം നമ്മളൊരു ചാനൽ തുടങ്ങാനായിട്ട്. അപ്പൊ യൂട്യൂബിലാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്യേണ്ടത്. പിന്നെ വാട്സപ്പ്, കാരണം നമ്മൾ ചാനൽ തുടങ്ങിയിരിക്കുന്നത് വാട്സപ്പിലല്ല, യൂട്യൂബിലാണ്. പിന്നെ വാട്സപ്പ് നമ്പർ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഒരു വിഷമം ആകും എന്നുള്ളതിലാണ് ഞാൻ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ ചോദിക്കാം. കാരണം എല്ലാ ഫ്രണ്ട്സിനും, അതായത് ചില മെയിലൊക്കെ ആവുമ്പോൾ അവർക്ക് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ എല്ലാവരും മെയിലും യൂട്യൂബിലാണ് കൂടുതൽ ഡൗട്ട് ചോദിക്കുന്നത്. പിന്നെ യൂട്യൂബ് ചാനലിന്റെ അടിയിലുള്ള ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമാണ് എനിക്ക് വാട്സപ്പിൽ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ എല്ലാവർക്കും അറിയാം, ഇപ്പൊ ഹെയർ ഗ്രോത്ത് ചലഞ്ചിന്റെ ഗ്രൂപ്പ് നമുക്ക് 4 ഗ്രൂപ്പ് ഉണ്ട് വാട്സാപ്പില്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ സൂപ്പർ ബ്യൂട്ടി ചാലഞ്ചിന്റെ 2 ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ എല്ലാ ഗ്രൂപ്പിലും കയറിയിട്ട് മെസ്സേജ് അയക്കാൻ പറ്റില്ല. കുറെ പേരൊക്കെ എനിക്ക് സപ്പോർട്ടാണ്, കാരണം വാട്സപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഡൗട്ട് എല്ലാം ഗ്രൂപ്പിൽ ചോദിക്കുമ്പോൾ അതിലുള്ള ഫ്രണ്ട്സ് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. ഒരുപാട് സന്തോഷം അങ്ങനെ ക്ലിയർ ചെയ്യുന്നവരുടെ അടുത്ത്. അതുപോലെ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ഞാൻ റിപ്ലൈ കൊടുക്കാൻ ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പലരും അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് സഹകരിക്കുക. വാട്സപ്പിൽ റിപ്ലൈ ഒന്നും കാണാണ്ടാവുമ്പോൾ ആർക്കും ദേഷ്യമൊന്നും തോന്നരുത്. എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊന്ന് ക്ഷമിക്കണം. പിന്നെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളിന്റെ കാര്യമാണ് പറയാനുള്ളത്. നമ്മൾ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് നമ്മൾ 2 നേരം വെച്ചിട്ട് ആദ്യം 10 ദിവസം തല മസാജ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല, കാരണം നൈറ്റൊക്കെ ഓയിൽ വെച്ച് മസാജ് ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ കോൾഡ് വരും. പറ്റുന്നവരോടൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 നേരം. നമ്മൾ ഡേ 10 കഴിഞ്ഞപ്പോൾ അത് 1 നേരമാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ ഡേ 20 ആയി. ഈ ഡേ 20 വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തവര് ഇന്ന് തൊട്ട് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ യൂസ് ചെയ്യണ്ട കേട്ടോ. നമ്മൾ കാച്ചി വെച്ചിട്ടുള്ള ഓയിൽ വെച്ചിട്ട് വിരൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് 100 വരെ കൗണ്ട് ചെയ്ത് തല മസാജ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. പിന്നെ പറയാനുള്ളത്, ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, അതെന്നും ഞാൻ പറയുന്ന കാര്യം തന്നെയാണ്. ഞാനിപ്പോൾ എന്ത് ഇൻഗ്രീഡിയന്റ് പാക്ക് പറഞ്ഞാൽ അവർക്കൊന്നും ചിലപ്പോൾ വീട്ടിൽ ഉണ്ടായെന്ന് വരില്ല. അതൊന്ന് ചിലർക്കൊക്കെ പേടിയായിരിക്കും, നാരങ്ങ എടുക്കാൻ, ഒനിയൻ എടുക്കാൻ. അപ്പൊ ചിലരൊക്കെ ആ ഇൻഗ്രീഡിയന്റ് എടുത്തോട്ടെ, ഈ ഇൻഗ്രീഡിയന്റ് എടുത്തോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ വീട്ടിലില്ലാന്നുണ്ടെങ്കിലും പിന്നെ പേടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ചലഞ്ചിന്റെ ഫസ്റ്റ് ദിവസം പറഞ്ഞ പോലെ പേടി വെച്ചിട്ട് നമ്മൾ ചലഞ്ച് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് റിസൾട്ട് അത്രയ്ക്കൊന്നും കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ആ 2 കൂട്ടരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് എടുക്കാം, നിങ്ങൾ പറയുന്ന ഇൻഗ്രീഡിയന്റ് ഒക്കെ എടുത്ത് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയുന്ന അത്ര റിസൾട്ട് കിട്ടണം. ബ്യൂട്ടി ചലഞ്ച് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ആണെന്നുണ്ടെങ്കിലും ഞാൻ പറയുന്ന ഇൻഗ്രീഡിയന്റ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 100% റിസൾട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതാണ് പിന്നെ പറയാനുള്ളൊരു കാര്യം. പിന്നെ എൻ്റെ അടുത്ത് സേജ് ലീവ്സ് വെച്ചിട്ടൊരു ഹെയർ പാക്ക് ചെയ്യാനായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പോൾ സേജ് ലീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, എൻ്റെ മുടി ഒരു ഷാമ്പു യൂസ് ചെയ്തിട്ട് ഡെയിലി ഞാൻ ആ ഷാമ്പു യൂസ് ചെയ്തിട്ട് എൻ്റെ മുടി നരച്ചിട്ടുണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ തേച്ചിട്ടൊന്നും എൻ്റെ മുടിയിൽ നിര മാറിയിരുന്നില്ല. അങ്ങനെ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോഴാണ് സേജ് ലീവ്സിന്റെ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് നിര മാറുന്നു കണ്ടു. അപ്പോൾ അതിനുശേഷം ഞാൻ ഓൺലൈനിൽ നിന്നാണ് സേജ് ലീവ്സ് മേടിച്ചത്. അപ്പോൾ അതിൻ്റെ പാക്ക് ഇപ്പോൾ എനിക്ക് ഇവിടെ ഇല്ല, സേജ് ലീവ്സ് ഇല്ല. അത് കാരണം ഇപ്പോഴൊന്നും പാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ കുറച്ച് പേരൊക്കെ ഓൺലൈനിൽ നിന്ന് ആ ഇല മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സിമ്പിൾ ആണ് അതിന്റെ പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേജ് ലീവ്സിൽ കുറച്ച് വെള്ളം, അതല്ലെങ്കിൽ വെളിച്ചെണ്ണ, അത് കുതിരാൻ മാത്രമായിട്ട് ഇട്ട് വെക്കാം. ആ വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിലും അതല്ല വെള്ളമാണെന്നുണ്ടെങ്കിലും അരച്ചെടുക്കാൻ പാകത്തിനായിട്ട് അത്രയും വെളിച്ചെണ്ണയും മതി. ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. വെള്ളമാണെന്നുണ്ടെങ്കിലും വെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമില്ല. ആ മിക്സ് നരയുള്ളിടത്ത് ഇട്ട് കൊടുക്കുക. കണ്ടിന്യൂസ് ഒരു 1 വീക്കൊക്കെ ഇടുമ്പോൾ മാറും. അത് പിന്നെ ഓരോരുത്തർ ഹെയർ ടെക്സ്ചർ അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ചിലർക്കൊക്കെ പൊട്ടറ്റോ വെച്ചിട്ടൊരു പാക്ക് ഞാൻ ആ നിര മാറാനുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ചിലർക്കൊക്കെ അങ്ങനെയും മാറും. കാരണം ഞാനിപ്പോൾ കെമിക്കൽ യൂസ് ചെയ്തിട്ട് വന്ന നിരയായ കാരണമായിരിക്കും ചിലപ്പോൾ സേജ് ലീവ്സ് വെച്ചിട്ട് മാറിയത്. പിന്നെ നീലമരിയുടെ ഇല കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നര പോവാനായിട്ട് ഏറ്റവും നല്ലതാണ്. നീലമരിയുടെ ഇല പൗഡർ മേടിക്കാനായിട്ട് കിട്ടും. അത് ഹെന്ന പൗഡറിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് തേച്ചാൽ മതി കേട്ടോ.
ഞാൻ നാട്ടിൽ പോയിട്ട് സെയിൽസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു പാക്കറ്റ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. കാരണം എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ കാലത്ത് മുടി നരയ്ക്കുന്നത് പ്രായം നോക്കിയിട്ടല്ല, ചെറുപ്പക്കാർക്ക് വരെ താടി മുടിയൊക്കെ നരയ്ക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്കപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇനി പാക്ക് ഒന്നും കാണിക്കാനില്ല എന്ന് പറയല്ലോ, അത് ഇവിടെ വെച്ചിട്ട് കാണിക്കാനാണ് പാക്ക് ഇല്ല എന്ന് പറഞ്ഞത്. ഞാൻ 29-ാം തീയതി നാട്ടിലെത്തും. അപ്പൊ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് ഹെയർ പാക്കുകൾ ഞാൻ കാണിക്കാം. കറ്റാർവാഴ വെച്ചിട്ടുള്ള പാക്ക് ഉണ്ട്, അതുപോലെ ചെമ്പരത്തിയുടെ ഇല വെച്ചിട്ടുള്ള പാക്ക് ഉണ്ട്, നീരോലിയുടെ ഇല വെച്ചിട്ടുള്ള പാക്ക് ഉണ്ട്. അങ്ങനെ ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള പാക്കുകൾ ഉണ്ട്. അത് ഞാൻ 29-ാം തീയതിക്ക് ശേഷം കാണിക്കാം. എന്തായാലും നാളെയോ മറ്റന്നാളോ ആയിട്ട് ഞാൻ അടുത്ത മാസം നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണെന്നുള്ള ടൈം ടേബിൾ തരാം. പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഹെയർ ഗ്രോത്ത് ചലഞ്ച് അവസാനിക്കാറായപ്പോഴേക്കും ഒരുപാട് പേർക്ക് നല്ല നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആദ്യം തൊട്ടേ കമന്റ്സ് വരാറുണ്ട്. ഒത്തിരി സന്തോഷം. സത്യം പറഞ്ഞാൽ നിങ്ങളെക്കാൾ സന്തോഷം എനിക്കാണ്. ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കാണ് സന്തോഷം. അപ്പൊ എനിക്ക് റിക്വസ്റ്റ് പറയാനുള്ളത്, ഇത്രയും നാള്, അതായത് 1, 2, 3, 4, 5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും റിസൾട്ട് കിട്ടി. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫ്യൂച്ചറിലേക്കായാലും കുറച്ച് നേരം നമ്മൾ നമ്മുടെ മുടിക്ക് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഫ്യൂച്ചറിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ആയാലും ഞാൻ തരുന്ന ടൈം ടേബിൾ വെച്ചിട്ട് നിങ്ങൾ സിൻസിയർ ആയിട്ട് എല്ലാ പാക്കും ചെയ്യണം. നിങ്ങളുടെ ഹെയർ നന്നായി കെയർ ചെയ്യാം. നമുക്കറിയാം മുടി കൊഴിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷമം. അപ്പോൾ ഇനി ആയാലും എല്ലാവരും എന്താ പറയാ, മാക്സിമം ഒരു അരമണിക്കൂർ നമ്മുടെ ഹെയറിന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഏജ് ആയാലും നമ്മുടെ ഹെയർ പോകാതെ നോക്കാനായിട്ട് പറ്റും. എനിക്ക് ഡേ അറിഞ്ഞൂടാ, ഏതൊരു ഡേയില് 10-ലാന്ന് തോന്നുന്നത് 63 വയസ്സായിട്ടുള്ള ഒരു അമ്മൂമ്മ വരെ എനിക്ക് മെസ്സേജ് അയച്ചു, മോളെ എൻ്റെ മുടി കൊഴിച്ചിലൊക്കെ മാറിയെന്ന്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, കുറച്ച് നേരം നമ്മുടെ ഹെയർ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ഹെയർ കെയർ ചെയ്യാനായിട്ട് കുറച്ച് സമയം കണ്ടെത്താം. മുടിക്ക് യാതൊരു വക പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് കെമിക്കൽ ട്രീറ്റ്മെന്റ് ഒഴിവാക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇന്ന് എല്ലാവരും ഹെന്ന പാക്ക് ചെയ്യാം. ഹെന്ന ചെയ്ത് മുടി കൊഴിഞ്ഞു എന്ന് പറഞ്ഞവർ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ അവോയ്ഡ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഹെന്ന പാക്ക് ചെയ്ത് നോക്കുക. ഹെന്ന പാക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും മുടി കൊഴിയത്തില്ല. അപ്പോൾ നിങ്ങൾ സമയം കുറവ് മിക്സ് ചെയ്ത് വെക്കുക. അതുപോലെ മുടി കഴുകുമ്പോഴൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം ഹെന്ന പാക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. ഡെയിലി ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മറക്കാതെ മുടങ്ങാതെ എല്ലാവരും ചെയ്യാനായിട്ട് നോക്കാം. നാളെ മറ്റൊരു വീഡിയോയിൽ വേറെ പുതിയൊരു ടിപ്സ് ആയിട്ട് കാണാം. നാളെ ഞാൻ നിങ്ങൾക്ക് അടുത്ത മാസം ചെയ്യേണ്ട ടൈം ടേബിൾസ് പറഞ്ഞു തരാം. ഓക്കെ, ബൈ.